Hi students, welcome back to Plus 2 English class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആശാപൂർണ ദേവിയുടെ ഷോർട്ട് സ്റ്റോറിയായ മാച്ച് ബോക്സ് ആണ്. ആശാപൂർണ ദേവി ഒരു ബംഗാളി റൈറ്ററാണ്. ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. പ്രാസഞ്ജിത് ഗുപ്തയാണ് ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. I always compare women to matchboxes. Why? Because of the way matchboxes are. Even though they have enough gunpowder to set their 100 lankas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. ആശാപൂർണ ദേവി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവരെപ്പോഴും വിമണിനെ മാച്ച് ബോക്സുമായിട്ടാണ് കമ്പയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ വായിച്ച കവിതകളിൽ അല്ലെങ്കിൽ കേട്ട പാട്ടുകളിൽ വിമണിനെ എവിടെയെങ്കിലും മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ലല്ലോ. പക്ഷെങ്കിൽ ആശാപൂർണ ദേവി പറയുന്നത് അവരെപ്പോഴും വിമണിനെ കമ്പയർ ചെയ്യുക മാച്ച് ബോക്സുമായിട്ടാണ്. അതെന്താണെന്നും അവർ പറയുന്നുണ്ട്. ഒരു മാച്ച് ബോക്സിൽ മാച്ച് സ്റ്റിക്കിന് ഒരു ലങ്ക കത്തിച്ച് കളയാനുള്ള അത്രയും പവറുണ്ട്. അതിന് ഗൺ പൗഡറിൻ്റെ പവറുണ്ട്. എന്നാലും അതിൻ്റെ ഒരു തീവ്രതയൊന്നും നോക്കാതെ നമ്മൾ എല്ലാവിടെയും അല്ലേ, വീട്ടിലാണെങ്കിൽ കിച്ചണിലുണ്ടാവും, അല്ലെങ്കിൽ പാൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലം, വേണമെങ്കിൽ വീട്ടിലെ സ്റ്റോർ റൂം എന്ന് പറയാം. അവിടെ ഉണ്ടാവും, കിച്ചണിലുണ്ടാവും, ബെഡ്റൂമിലുണ്ടാവും, എല്ലാവിടെയും നമ്മൾ അലസമായിട്ട് മാച്ച് ബോക്സിൽ വെക്കും. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു ഗൺ പൗഡറിന് ഒരു ലങ്ക മുഴുവനും കത്തിച്ച് കളയാനുള്ള, ദഹിപ്പിച്ച് കളയാനുള്ള ശക്തിയുണ്ട്. ഇവിടെ ലങ്ക എന്ന് നമുക്കറിയാം, രാമായണത്തിലൊരു റെഫറൻസാണ്. ഹനുമാന് സീതാദേവിയെ തേടി ലങ്കയിൽ പോകുന്നുണ്ട്. അപ്പോൾ രാവണൻ്റെ ആളുകൾ ഹനുമാനിൻ്റെ വാലിൽ തീ കൊളുത്തി വിടുന്നുണ്ട്. അപ്പോൾ ഹനുമാന് ലങ്കയിലെത്തി, ഹനുമാൻ ചാടി പോവുക. അപ്പോൾ ഹനുമാൻ്റെ വാലിൽ കുത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തീ പടരുന്നുണ്ട്. അങ്ങനെ ലങ്ക മുഴുവൻ ദഹിക്കുന്നുണ്ട്. അവിടെ സീതാദേവി ഇരുന്ന സ്ഥലം ദഹിക്കുന്നില്ല. പിന്നെ വിഭീഷണൻ്റെ ഒരു കൊട്ടാരമുണ്ട്, അതും കത്തി ദഹിക്കുന്നില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളും ലങ്കയിൽ ദഹിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും പവറുള്ളതാണ് മാച്ച് ബോക്സ്. കണ്ടാൽ തോന്നും ഇല്ല. അതുപോലെ തന്നെയാണ് വിമണം എന്നാണ് ആശാപൂർണ ദേവി പറയുന്നത്. യു വാണ്ട് ആൻ എക്സാമ്പിൾ? നിങ്ങൾക്കൊരു എക്സാമ്പിൾ വേണോ? Then look carefully at that enormous 3-story house in front of us. എന്നാൽ നമ്മുടെ മുന്നിലുള്ള ആ 3 നില വീട്ടിലേക്കൊന്ന് നോക്കൂ. ഇനോർമസ് ഹൗസാണ്. ഇനോർമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ, ഹ്യൂജ്. സ്റ്റോറി ഹൗസ് എന്ന്, 3-story ഹൗസ്. 3-story ഹൗസ് എന്ന് പറഞ്ഞാൽ 3 നിലയുള്ള വീട്. സൺഡേ മോർണിംഗ്, അതൊരു സൺഡേ മോർണിംഗ് ആയിരുന്നു. The washerman has come and is waiting. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomita goes through the pockets one last time and discovers the letter. അപ്പോൾ ആ വീടിൻ്റെ മുന്നിൽ വാഷർമാൻ വന്നിട്ടുണ്ട്. വാഷർമാന് ഒക്കെ അലക്കാനുള്ള ഡ്രസ്സ് കൊണ്ടുപോയി അലക്കി കൊടുക്കുന്നൊരു വീടാണ് അതില്ലേ. 3 നില വീടാണ്, വലിയ വീടാണ്. അപ്പോൾ സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കഥാപാത്രം, സെൻട്രൽ ക്യാരക്ടർ, അതാണ് നോമിത. നോമിത എന്താ ചെയ്യുന്നത്? നോമിത അജിത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വാഷർമാനെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ അജിത്തിൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കുകയാണ്, എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ പോക്കറ്റിലുണ്ടോ എന്ന് പിന്നെ നോമിത ചെക്ക് ചെയ്യാണ്. അപ്പോൾ എന്താണ് നോമിതയ്ക്ക് കിട്ടുന്നത്? ഒരു ലെറ്റർ. എ ട്വിസ്റ്റഡ് crumpled envelope with its mouth torn and on the envelope Nomita's name. ഒരു ക്രംപിൾഡ് എന്ന് പറഞ്ഞാൽ ചുരുട്ടിയ, അല്ലേ, ട്വിസ്റ്റ് ചെയ്ത, മടക്കി ചുരുട്ടിയ ഒരു ലെറ്റർ, എൻവലോപ്പ് നമ്മുടെ അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് നോമിതയ്ക്ക് കിട്ടുകയാണ്. അപ്പം നോമിത നോക്കി ഇതെന്താ സാധനം നോക്കുകയാണ്. അത് നോമിതയ്ക്കുള്ള ഒരു ലെറ്റർ ആയിരുന്നു. എ ഫ്ലെയിം ഗോസ് അപ്പ് top in all Nomita's nerves and veins. She drops the clothes in her hand and sits on bed to open the letter. നോമിതയ്ക്ക് ആകെ ദേഷ്യം വന്നു അല്ലേ. നോമിത കത്തി ജ്വലിക്കാൻ തുടങ്ങി. എല്ലാ വെയിൻസ്, നെർവ്സ് അല്ലേ, ഞരമ്പുകളിലൊക്കെ
ആ ദേഷ്യത്തിൻ്റെ തീജ്വാല അങ്ങ് ആടിപ്പടർന്നു. ടോപ്പ് എന്ന് പറഞ്ഞാൽ ബംഗാളി ലാംഗ്വേജിലുള്ള ഒരു വേർഡാണ്, ശബ്ദത്തെ കാണിക്കുന്നതാണ്. തീ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ശബ്ദം, അതാണ് ടോപ്പ്. അപ്പം നോമിത എടുത്ത ഡ്രസ്സൊക്കെ നോമിത എന്ത് ചെയ്തു? അപ്പം നിലത്തിട്ടു നോമിത വീട്ടിലിരുന്നു. She drops the clothes in her hand and sits on the bed to open the letter. The first thing she looks at is the date. Going by the date, the letter must have come about 3 days earlier. അപ്പോൾ ആദ്യം നോക്കുന്നത് എന്താണ്? അതിലെ ഡേറ്റ് ആണ്. ആ ഡേറ്റ് നോക്കിയപ്പോൾ എന്ത് ആർക്കും മനസ്സിലായി? അത് 3 ദിവസം മുന്നേ വന്ന ലെറ്ററാണ്. She turns over the envelope and matches the postmark to the date. That too bears the same witness. നോമിത ആ എൻവലപ്പിൽ പിന്നെ സ്റ്റാമ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അതിലൊക്കെ സീല് വെക്കും. ആ സീല് വെക്കുമ്പോൾ അതിലൊരു ഡേറ്റ് ഉണ്ടാവും, ആ ഡേറ്റും കൂടെ വെച്ച് മാച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പം നോമിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. 3 ദിവസം മുന്നെയാണ് ആ ലെറ്റർ അവിടെ എത്തിയത്. Ajit has opened it and read it, then crumbled it and twisted it and dropped it into his pocket and left it there. എന്താ സംഭവിച്ചത്? അജിത്ത് ആരാ? നോമിതയുടെ ഹസ്ബൻഡ് അല്ലേ? നോമിതയുടെ ഹസ്ബൻഡ് ആ ലെറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്നിട്ടോ നോമിതയോട് പറയുന്നില്ല അല്ലേ? അത് ട്വിസ്റ്റ് ചെയ്ത് ക്രാമ്പിൾ ചെയ്ത് പോക്കറ്റിലിട്ടേക്കാണ്. I left it there. Hasn't felt the need to mention it even once to Nomida. ഒരു തവണ പോലും നോമിതയോട് അതിനെപ്പറ്റി പറയാൻ പോലും അജിത്തിന് തോന്നിയില്ല. The flame that had gone up dog now burned steadily, hissing, sounding its note on each of her mind's strings. അവളുടെ മൈൻഡിലുള്ള ഓരോ സ്ട്രിങ്സിലും അവളുടെ ആ ദേഷ്യത്തിൻ്റെ ആ ശബ്ദം കേൾക്കാൻ പറ്റും. അത്രമാത്രം ദേഷ്യമായിരുന്നു എന്നാണ് പറയുന്നത്. അത് ദേഷ്യം കൊണ്ടാകെ വിറക്കുകയാണ്. അജിത്തിനോട് അത്രയ്ക്ക് ദേഷ്യമാണ്. എന്താ അത്ര ദേഷ്യപ്പെടാൻ കാരണം? ഒക്കെ വന്ന ലെറ്ററാണ്, അത് അജിത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പിന്നെ ചുരുട്ടി വെച്ചിരിക്കുക അല്ലേ? അവളോടൊന്നും പറഞ്ഞില്ല. ക്രംബിൾ ചെയ്ത് അവൻ്റെ പോക്കറ്റിൽ വളരെ അലസമായി ഇട്ടേക്കുകയാണ്. അവളുടെ ഡിഗ്നിറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ അത്? അതുകൊണ്ട് അവൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. ഹിസ്സിങ്, ആ ദേഷ്യം കൊണ്ട് അവൾ ഹിസ്സിയ എന്ന് പറഞ്ഞാൽ ചീറ്റ്. ആ ദേഷ്യം അവളുടെ ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ മനസ്സിൽ മുഴുവനും ദേഷ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ്സ് ഡെലിബറേറ്റ്. ഓവർസൈറ്റ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല, അറിയാതെ സംഭവിച്ചൊന്നുമല്ല അജിത്തിനോട്. ഇത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണ്. ഡെലിബറേറ്റ് മീൻസ് മനഃപൂർവ്വം തന്നെ ചെയ്തതാണ്. അതാണ് അവൾക്ക് അത്രക്കും ദേഷ്യം. നെക്സ്റ്റ്, Ajit's nature is exactly like that. അജിത്തിൻ്റെ നേച്ചർ തന്നെ അത്തരത്തിലുള്ളതാണ്. Somehow he has gained possession of the key to the letter box, fishing it through the gaps among 52 hands of this joint family. And whenever there is a letter with Namida's name on the envelope, he opens and reads it first, and only then does he give it to her. എന്താണ്? ആ വീട്ടിനകത്ത് 52 മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു അതൊരു ജോയിൻറ്റ് ഫാമിലിയാണെന്ന്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അജിത്ത് അവിടെയുള്ള ലെറ്റർ ബോക്സിൻ്റെ കീ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്ക് ലെറ്റർ വന്നിട്ടുണ്ടെങ്കിലും അജിത്തിൻ്റെ കയ്യിലേക്കും ആദ്യം അത് എത്തുക. പക്ഷെ നോമിതയ്ക്ക് ഏതെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ട്, അജിത്ത് എന്ത് ചെയ്യും? ആദ്യം അത് പൊട്ടിച്ച് വായിച്ചു നോക്കുകയും ചെയ്യും. And whenever there's a letter with Namida's name on the envelope, he opens and reads it first, and only then does he give it to her. അതിന് ശേഷം മാത്രമേ, അയാൾ വായിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ലെറ്റർ നോമിതയ്ക്ക് കൊടുക്കുകയുള്ളൂ. And when okay, that is over. It's possible that oftentimes he doesn't give it to her at all. ചില സമയത്തൊന്നും അവർക്ക് ആ ലെറ്റർ കൊടുക്കുകയും ഇല്ല. At least that is the suspicion that has taken deep root in Nomida's mind. അപ്പോൾ നോമിത ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെ എത്ര തവണ
അജിത്തിന് ലെറ്റർ കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് തരാതെ എത്ര തവണ അജിത്ത് ഇരുന്നിട്ടുണ്ടാവും. അങ്ങനെ നോമിതയുടെ ഉള്ളിൽ ആ സംശയത്തിൻ്റെ വേര് ഉടലെടുക്കുകയാണ്. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. അതായത് ഒരുപാട് കാലമായി നോമിലേക്ക് ലെറ്റർ വരുന്നു, അജിത്ത് എല്ലാ ലെറ്ററും നോക്കാറുണ്ട്, ഒരു സംശയ രോഗിയാണ് അജിത്ത്. പക്ഷെ ഇന്ന വരെ അജിത്തിന് അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. എന്ത്, അജിത്ത് നോമിലേക്ക് ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുന്നുണ്ടെന്നുള്ള കാര്യം അല്ലേ. അങ്ങനെ ഒരു സംശയത്തിൻ്റെ കൊണ്ട് ഇതുവരെ ഒരു ലെറ്ററിൽ നിന്നും അജിത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. Still this ugly habit of his won't go. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ അഗ്ലി ഹാബിറ്റ്, ആ വൃത്തികെട്ട സ്വഭാവം അജിത്ത് കൊണ്ട് നടക്കുകയാണ് അല്ലേ. അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ഇതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് നോമിത മനസ്സിൽ വിചാരിക്കുകയാണ്. Not with Namita's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നോമിത അജിത്തിൻ്റെ ഈ അഗ്ലി ഹാബിറ്റ് മാറ്റിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. കുറ്റം പറഞ്ഞു നോക്കി, പരിഹസിച്ച് നോക്കി, പിന്നെ ഒരുപാട് കാര്യം അല്ലേ ബ്ലെയിം ചെയ്ത് നോക്കി. എന്നിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നോമിതയ്ക്ക് അജിത്തിൻ്റെ ഈ അഗ്ലി ഹാബിറ്റ് മാറ്റാൻ കഴിയുന്നില്ല. If she mentions it, first he tries to laugh it away. And if laughter doesn't get him out of deep water, he scolds her. ഈ കാര്യം നമ്മുടെ നോമിത അജിത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, അജിത്ത് അതൊന്ന് ചിരിച്ചു തള്ളും. ചിരിച്ചിട്ട് അത് മാത്രം ഇഫക്റ്റ് കിട്ടുന്നില്ല, എന്ത് ചെയ്യും, അവളെ നന്നായിട്ട് സ്കോൾഡ് ചെയ്യും, വഴക്ക് പറയും. She sits perfectly still for a minute and reads the letter thorough. അവൾ നന്നായി ഒന്നിരുന്ന് ആ ലെറ്റർ വായിക്കാൻ തീരുമാനിക്കുക, നന്നായി വായിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. It is nothing much. A letter from Namita's mother. Who wrote the letter to Namita? That is her mother. It is her standard speech. The good woman has once again placed on the record the news of her various hardships and campaigns getting worse, misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. എന്താ ലെറ്ററിലുള്ളത്? അത് സ്റ്റാൻഡേർഡ് സ്പീച്ചാണെന്നാണ്. നോമിതയ്ക്ക് അത്രയും ദേഷ്യം വന്നതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ലെറ്റേഴ്സാണ് അമ്മ എപ്പോഴും നോമിതയ്ക്ക് എഴുതുക. എന്താ ലെറ്ററിൻ്റെ കണ്ടന്റ് എന്താണ്? അവരുടെ മിസ്ഫോർച്യൂൺസ്, ദൗർഭാഗ്യം, അതാണ് അവരുടെ ആ ദൗർഭാഗ്യമാണ് ആ ലെറ്ററിൻ്റെ കണ്ടന്റിൽ മുഴുവനായിട്ട് ഉള്ളത്. അവരുടെ ഹാർഡ്ഷിപ്സ്, കംപ്ലയിൻസ്, എന്താണ് അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്? ഒരുപാട് ദുരന്തങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇവിടെ കഷ്ടമാണ്, പിന്നെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും, വീടിൻ്റെ റൂഫൊക്കെ പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പിന്നെ റെയിൻ വാട്ടർ നന്നായിട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട്, ഈ വീടൊക്കെ പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് എൻ്റെ മേലെ വീഴും, ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ട് മരിച്ചു പോകും. അതൊക്കെയാണ് ആ ലെറ്ററിനകത്തുള്ളത്. ഇങ്ങനെയുള്ള ലെറ്ററാണ് എപ്പോഴും നോമിതയുടെ അമ്മ നോമിതയ്ക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും പെട്ടെന്ന് നന്നാക്കണം, നന്നാക്കിയിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. Then, of course, she does not dread that eventuality. Dread എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒട്ടും പേടിയില്ല, അവരങ്ങനെ മരിച്ചു പോകുന്നതിനെ കുറിച്ച് അവർക്ക് ഭയമില്ല. കാരണം എന്താണ്, അവർക്ക് അങ്ങനെ ഒരു അന്ത്യം ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ആ ബിൽഡിങ്ങൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് അതിൻ്റെ ഉള്ളിൽപ്പെട്ട് മരിക്കാനുള്ള ഒരു ദാരുണ അന്ത്യം അവർക്ക് ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് അവർക്ക് പേടിയില്ല. കാരണം എന്താണെന്ന് അവർ പറയുന്നത്, her daughter is queen, her son-in-law high-minded, large-hearted, therefore etc. അവരുടെ മകളൊരു ക്വീനാണ്, സൺ-ഇൻ-ലോ എന്ന് പറഞ്ഞാൽ ലാർജ് ഹാർട്ടഡ് എന്നാണ്, കൈൻ്റെ ഹൃദയമുള്ളത് അല്ലേ, ലാർജ് ഹാർട്ടായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനില്ല, അങ്ങനെയൊന്നും ഇത് സംഭവിക്കില്ല, അവരങ്ങ് സഹായിച്ചോളും എന്നാണ് പറയുന്നത്.
An indigent widow without husband or son, she has successful in consigning her daughter to a wealthy family's house on the strength of looks alone. എന്താണ് അവർ ചെയ്തത്? കൺസൈനിങ് മീൻസ് കൺസൈനിങ് ഒഴിവാക്കുക. ചിലർക്ക് അങ്ങനെയാണല്ലോ അല്ലേ, പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ഒഴിവാക്കുക എന്ന് പറയും. അതായത് പിന്നെ അവർ ആ കാര്യത്തിൽ സക്സസ് ആയിട്ടുണ്ട്. അവർക്കൊരു മകനില്ല, ഹസ്ബൻഡ് ഇല്ല, അവരുടെ ഒന്നും സഹായം ഇല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ മകളെ അവരുടെ വെൽത്തി ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ട്. അത് അവർ ഒരു സക്സസ് തന്നെയാണ് അല്ലേ അവരുടെ. പക്ഷെങ്കിൽ നോമിതയുടെ എന്ത് കണ്ടിട്ടാണ് അവർ കല്യാണം കഴിച്ചത്? നോമിതയുടെ ലുക്ക് കണ്ടിട്ട്. സുന്ദരിയായിരുന്നു, എഡ്യൂക്കേഷനൊന്നും ഇല്ല നോമിതയ്ക്ക്. അവളുടെ ലുക്ക് കണ്ടിട്ടാണ് ആ വെൽത്തി ഫാമിലിയിലെ മെമ്പറായ അജിത്ത് അവളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. അതിൽ ഈ അമ്മ സക്സസ് ആണ്. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter. അവിടെ ഒന്നുകൂടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഗുഡ് ലേഡി. ഗുഡ് ലേഡി എന്നൊക്കെ പറയുന്നത് നോമിതയ്ക്ക് ആ ദേഷ്യം കൊണ്ട് പറയാണ്. അവർ പറയുന്നത് മുഴുവൻ കംപ്ലയിൻസ് ആണ്. അവരുടെ കഷ്ടം കൊണ്ടായിരിക്കും അവരെപ്പോഴും നോമിതയ്ക്ക് ലെറ്റർ അയക്കുന്നതും പൈസ ആവശ്യപ്പെടുന്നതും ഒക്കെ. എന്ത് അവസരം കിട്ടിയാലും ചെറിയൊരു ഓപ്പർച്യൂണിറ്റി, സൈറ്റ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നോമിതയുടെ അമ്മ നോമിതയോട് പൈസ ചോദിക്കാനുള്ള അവസരം മുതലാക്കും. And she's been finding such opportunities all along. കല്യാണം കഴിച്ചത് മുതലേ പിന്നെ നമ്മുടെ നോമിതയുടെ അമ്മ ഈ ഓപ്പർച്യൂണിറ്റി മുതലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. Whenever Ajit sees a new letter from Namita's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." അപ്പോൾ നോമിതയ്ക്ക് അമ്മയുടെ ലെറ്റർ വന്ന അജിത്ത് എന്ത് പറയും? എന്തിനപ്പം അത് വായിക്കുന്നത്? ഇതിന് മാത്രം വലിയ ബോധർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അതൊരു മണി ഓർഡർ ഫോം ഫില്ല് ചെയ്താൽ തീരുന്ന കേസേ ഉള്ളൂ. Nomida's head hangs low with the shame and the insult of it. So, some time ago, out of anger and grief, Nomida forbade her mother from writing to her own postcards. അപ്പോൾ നോമിതത്തേക്ക് പലപ്പോഴും ഇങ്ങനെ അജിത്ത് പറയാറുണ്ട്. അപ്പോൾ നോമിത ആകെ ലജ്ജ കൊണ്ട് തല താഴ്ത്തിപ്പോവും. അങ്ങനെ ആദ്യം അമ്മ ലെറ്റർ അയച്ചിരുന്നത് പോസ്റ്റ് കാർഡിലായിരുന്നു. പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അഡ്രസ്സ് ഉണ്ടാവും, മറുഭാഗത്ത് എന്താണോ എഴുതുന്നത് ആ കാര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് പൊട്ടിച്ചൊന്നും നോക്കണ്ട, എല്ലാവർക്കും അതിലുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നാണക്കേട് കൊണ്ട്, ദുഃഖം കൊണ്ട്, ഗ്രീഫ് കൊണ്ട് നമ്മുടെ നോമിത അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ വിലക്കിയിട്ടുണ്ട്, ഫോർബീഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത് അമ്മയോട്? ഇങ്ങനെ പോസ്റ്റ് കാർഡിൽ എനിക്ക് ലെറ്റർ അയക്കണ്ട, എനിക്ക് പോസ്റ്റ് കാർഡ് അയക്കണ്ട എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. She thought that from then on she had tried to send her a little money, whatever she could pull together in secret. So this was what came of letters in envelope 2. അപ്പോൾ എങ്ങനെയെങ്കിലും നോമിത എന്ത് ചെയ്യും? ലെറ്റർ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കുള്ള പൈസ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് പിന്നെ പുളി എങ്ങനെയൊക്കെ സ്വരൂപിച്ച് വെച്ച് അമ്മയ്ക്ക് അയക്കുന്നതാണ്. This was what came of letters in envelopes 2. അപ്പോൾ അമ്മയ്ക്ക് പണം വേണം, അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് കാർഡ് മാറ്റിയിട്ട് അമ്മ എൻവലപ്പിൽ ലെറ്റർ അയക്കാൻ തുടങ്ങിയത്. Suddenly Nomida's flames into anger at her mother. അപ്പോൾ നോമിതയ്ക്ക് ഇപ്പോൾ അമ്മയോട് വല്ലാതെ ദേഷ്യം വരികയാണ്. Why does she keep on begging like this? എന്തുകൊണ്ടാണ് അമ്മ എപ്പോഴും ഇങ്ങനെ ബെഗ് ചെയ്യുന്നത്? Why won't she let Nomida keep her self-respect, her dignity? അമ്മയ്ക്ക് എന്താ നോമിതയുടെ സെൽഫ് റെസ്പെക്ട്, ഡിഗ്നിറ്റി അതൊക്കെ കീപ്പ് ചെയ്തോളെ? No, this time she will write and tell her mother clearly, I can do any more, don't hope for anything from me. അപ്പോൾ അവിടെ ഞാൻ ഡിസൈഡ് ചെയ്യണം, ഇതാണ് ഞാൻ അമ്മയ്ക്ക് ലെറ്റർ അയക്കും, ആ ലെറ്ററിൽ എന്താ ഉണ്ടാവുക? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് അമ്മയ്ക്ക് ഞാൻ എഴുതുമെന്ന് അവളുടെ മനസ്സിൽ വിചാരിക്കുകയാണ്. Right then, Ajit steps into the room after finishing his leisurely Sunday bath. Namida's sharp indignation at the insult simmering all this while.
seems to want to dash itself violently against him. Nomita roars out, when did this letter arrive? അത് ചോദിക്കുന്നത് ആ ഈ സമയത്താണ്. അതിങ്ങനെ ദേഷ്യം കൊണ്ട് തിളച്ചു മറയുന്ന സമയത്താണ് അജിത്ത് സൺഡേ ബാത്തൊക്കെ കഴിഞ്ഞ്, അതായത് സൺഡേയിലുള്ള വിശാലമായ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് വരുന്നത്. ദേഷ്യം കൊണ്ട് തിളച്ചു നിൽക്കുന്ന അല്ലേ, വിറച്ചു നിൽക്കുന്ന നോമിത അജിത്തിന്റെ നേരെ റോഡ്സ് ഔട്ട് അല്ലേ, അലറി വിളിച്ച് ചോദിക്കുന്നു, എപ്പോഴാണ് ഈ ലെറ്റർ വന്നത്? Ajit glances at her obliquely, estimating the magnitude of his error. അപ്പോൾ അജിത്ത് ഒബ്ലീക്ക്ലി ആയിട്ടാണ് നോക്കുന്നത്. ഒബ്ലീക്ക്ലി മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട്, നേരെ നോക്കുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണ്. നമ്മുടെ ചെരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടാവും അല്ലേ. നമ്മുടെ നോമിതയ്ക്ക് എത്രമാത്രം ദേഷ്യമുണ്ട്, ആ ദേഷ്യമൊക്കെ ഒന്ന് അളന്നെടുക്കുകയാണ്. Another handful of cash for this, he had thought, and desired to give the letter to Nomida. He was going to tear it up and throw it away. He has made a big mistake. അപ്പോൾ ലെറ്റർ വന്നപ്പോൾ തന്നെ നമ്മുടെ അജിത്തിന് മനസ്സിലായിട്ടുണ്ട് അത് കുറച്ച് പൈസ കൊടുക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൈസ പോകും അല്ലേ. അതുകൊണ്ട് അജിത്ത് അത് ലെറ്റർ വായിച്ച് പിന്നെ കീറിക്കളയാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേങ്കിൽ കളയിൽ നടന്നില്ല, പോക്കറ്റിൽ തന്നെ വെച്ചു. അതാണ് പിന്നെ നമ്മുടെ നോമിത ഇത്രമാത്രം ദേഷ്യപ്പെടാൻ കാരണം. അപ്പോൾ അജിത്ത് അതിങ്ങനെ ഓർത്തെടുക്കണം, വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തത്. എന്താണ് മിസ്റ്റേക്ക് ചെയ്തത്? അജിത്തിനെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ ലെറ്റർ കളഞ്ഞില്ല എന്നതാണ് മിസ്റ്റേക്ക്. നോട്ട് ദാറ്റ് അജിത്ത് ഈസ് ഗോയിങ് ടു ഫീൽ അബാഷ്ഡ് അബൌട്ട് ദാറ്റ്. അബാഷ്ഡ് എന്ന് പറഞ്ഞാൽ ഷെയിം, ഒരു നാണക്കേടൊന്നും അജിത്തിന് ഇല്ല. As though trying hard to remember, he says, letter, what letter? അപ്പോൾ അജിത്ത് ഇപ്പോൾ നന്നായിട്ട് കണ്ണിങ് ആണ് അല്ലേ, എന്താ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന പോലെ. ലെറ്റർ ലെറ്റർ, ഓ യെസ് യെസ് ഇൻഡീഡ് ദർ വാസ് എ ലെറ്റർ ഫ്രം യുവർ മദർ. ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം നിന്റെ അമ്മ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി. I just hadn't got around to give it to you. എനിക്ക് നിനക്ക് തരാനൊരു സമയം കിട്ടിയില്ല, ഞാനതങ്ങ് മറന്നുപോയി. Why hadn't you got around to it? Why? Answer me. Why hadn't you got around to it? എന്തുകൊണ്ടാണ് സമയം കിട്ടിയില്ലെന്നോ? എന്തുകൊണ്ട് കിട്ടിയില്ല? നമ്മുടെ ദേഷ്യത്തിലാണ് ചോദിക്കുന്നത് കേട്ടോ. What a nuisance. Ajit says. I had forgotten. Why else? എന്ത് ശല്യം, ന്യൂസൻസ് ശല്യം, ഞാനതങ്ങ് മറന്നുപോയി. ലയർ, നോമിത ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്. ലയർ നുണയാന്ന് വിളിക്കുകയാണ്, ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്, ചീറ്റിക്കൊണ്ട് അല്ലേ, സ്നേക്ക് ചീറ്റും പോലെ നുണയാ, ലയർ എന്ന് വിളിക്കുകയാണ് നോമിത. Why are you saying whatever comes to your mouth? Don't people forget? വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാണോ? ജനങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും. No, they don't. Why did you open my letter? ഇല്ല, നീ എന്തിനാണ് എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്തത്? This charge Ajit tries to scatter to the winds. This charge എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അജിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റിൽ പറത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അജിത്ത് പതറുന്നുണ്ട്, പക്ഷെ അതൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ കാറ്റിൽ പറത്താൻ വേണ്ടി ശ്രമിക്കുന്നു. What if I opened it my own wife's letter? എന്തപ്പം ഞാൻ തുറന്നാലത്? അതെൻ്റെ സ്വന്തം ഭാര്യയുടെ ലെറ്റർ അല്ലേ, അപ്പൊ ഞാൻ തുറന്ന എന്താ പ്രശ്നം? Be quiet. I tell you, for what reason should you open my letters? Haven't I told you 1,000 times not to? Be quiet. I tell you. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലെറ്റർ തുറക്കരുതെന്ന്. പിന്നെ എന്തിനാണ് എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്തത്? Ajit doesn't fear Nomita's anger. He fears a row. അജിത്തിന് നോമിതയുടെ ആങ്കറിനൊന്നും പേടിയില്ല, പക്ഷെ ഒരു ക്വാറലുണ്ടായാൽ, ഒരു കലഹം ഉണ്ടാവുന്നത് അജിത്തിന് ഇഷ്ടമല്ല, അത് അജിത്തിന് പേടിയാണ്. So he smiles an affected smile and says, if you are forbidding it, then it is a definite something. അജിത്ത് പറയാണ്, അഫക്റ്റഡ് സ്മൈൽ, അഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ, ഉണ്ടാക്കി ചിരിച്ചുകൊണ്ട് പറയാണ്, ഇങ്ങനെ അത് എന്നെ വിലക്കുകയാണെങ്കിൽ, ഫോർബിഡ് ചെയ്യുകയാണെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ അല്ലേ. Shouldn't I make sure that no one's passing you love letters in secret?
ഞാൻ ഉറപ്പ് വരുത്തണ്ടേ, നിനക്ക് നീ സുന്ദരിയാണല്ലോ, അപ്പം നിനക്ക് ആരെങ്കിലും ലവ് ലെറ്റേഴ്സ് ഒന്നും അയക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തണ്ടേ? Stop it. What a common vulgar man you are. എന്താ ചോദിക്കുന്നത്? എന്തൊരു വൃത്തികെട്ട മനുഷ്യരാണ് നിങ്ങൾ. നിർത്ത്. Stop here. After this, it's not possible for Ajit to smile his fake smile any longer. അജിത്ത് അവിടെ വീണു അല്ലേ? അജിത്ത് ഉണ്ടാക്കി ചിരിച്ച് ശരിയൊന്നും ഇപ്പൊ കാണാനില്ല. എന്താണ് നോമിത വിളിച്ചിരിക്കുന്നത്? അഗ്ലി മാൻ എന്ന് വിളിച്ചിരിക്കുകയാണ്. അജിത്തിന് ഇനി കൂടുതലൊന്നും ചിരിക്കാനാവില്ല. Now he too picks up the poison knife. ഇവിടെ poison knife എന്ന് ഉദ്ദേശിച്ചത് ടങ്ങാണ്. അതായത് poison words ഉപയോഗിക്കാൻ അജിത്തും തുടങ്ങി. He says, is that so? അങ്ങനെയാണോ? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A dung picker's daughter becomes a queen, and so എന്ന് പറഞ്ഞ് എന്തോ അജിത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നെക്സ്റ്റ് കാണാം. നോമിത സമ്മതിക്കുന്നില്ല. അപ്പൊ എന്താ അജിത്ത് പറയുന്നത്? വൈൻ എന്ന് പറഞ്ഞാൽ ടു കംപ്ലൈൻ. Is that so? Those who whine day and night, അതായത് രാവും പകലും കംപ്ലൈൻ ചെയ്ത് പിന്നെ സണ്ണിലോൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങുന്ന ആളുകൾ അവരാരായി മാറി? ഹൈ ക്ലാസ് പീപ്പിളായി മാറി. ബെഗ് ചെയ്യുന്ന ആളല്ലേ, പൈസക്ക് വേണ്ടി രാവും പകലും പിന്നെ കംപ്ലൈൻ ചെയ്ത് വാങ്ങുന്നവർ, ബെഗ് ചെയ്ത് വാങ്ങുന്നവർ, അവരിപ്പോൾ ഹൈ ക്ലാസ് പീപ്പിളായി മാറി. ഡാം പിക്കേഴ്സ് ഡോട്ടർ. ഡാം എന്ന് പറഞ്ഞാൽ ചാണകം, ചാണകം വാരിയുടെ മകൾ. നമ്മുടെ നോമിതയുടെ ഐഡന്റിറ്റി, അവരുടെ ആ ഡിഗ്നിറ്റിയാണ് ഇവിടെ അജിത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അവരങ്ങ് ഹൈ ക്ലാസ് പീപ്പിളായി മാറി. അവൾ ഡാം പിക്കേഴ്സിന്റെ ഡോട്ടർ ഇപ്പോൾ ഒരു ക്യൂനായി മാറി. ബാക്കി എന്തൊക്കെയോ അജിത്തിനെ പറയണമെന്നുണ്ട്. പക്ഷെങ്കിൽ നോമിത കയറി എന്ന് പറയുന്നുണ്ട്. ഷട്ട്. നോമിത യെൽസ്. യെൽസ് എന്ന് പറഞ്ഞാൽ ഷൗട്ട്. Their rooms on the 3rd floor. That's a blessing. Otherwise, with that scream, everyone would have come to look. Scream ചെയ്തിട്ടാണ് പറയുന്നത്. അലറി വിളിച്ചുകൊണ്ടാണ് നോമിത പറയുന്നത്. അവരുടെ റൂം മേളിലാണ്, 3ാം നിലയിലാണ് അവരുടെ റൂമുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആരും വന്നില്ല. താഴെയാണെങ്കിൽ പണി കിട്ടിയത് എല്ലാവരും വന്ന് നോക്കും അല്ലേ, എന്താണ് സംഭവിക്കുന്നതെന്ന്. മേലെ ആയതുകൊണ്ട് ആരും അറിഞ്ഞില്ല. Shut up. Ajit rolls out. What shut up? I will do what I want, what I please. What will you do? Can you do anything? നീ ഷട്ടപ്പ് എന്നോ? എന്ത് ഷട്ടപ്പ്? ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ചെയ്യും. നിനക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യും. നിനക്കെന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അജിത്ത് ചോദിക്കുന്നത്. I can't do anything. Almost panting. Oh, I can't do anything. നമ്മുടെ പറയാൻ പാൻറ്റിങ് എന്ന് പറഞ്ഞാൽ കിതയ്ക്കുക. കിതച്ചുകൊണ്ട് പറയാൻ എനിക്കത് ചെയ്യാൻ പറ്റില്ലെന്നോ. Nomida pronounces each word clearly. You want to see if I can do anything? നിനക്ക് കാണണോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്? കാണണോ? കിതക്കുന്നുണ്ടെങ്കിൽ വേർഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് നോമിത. And immediately she does something that is astonishing. എന്തോ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാണ് നമ്മുടെ നോമിത. She grabs Ajit's matchbox that's lying near his cigarettes on the table and she lights a matchstick and touches it to her sari. എന്താ ചെയ്ത അവള്? ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ചെടുക്കുക, അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുക. അവള് അജിത്തിന്റെ പിന്നെ മാച്ച് ബോക്സ് എടുക്കുന്നുണ്ട്, ടേബിളിൽ വെച്ചിരിക്കുകയാണ്. അജിത്ത് പിന്നെ സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആളാണ്. സ്മോക്കിംഗ് ഹാബിറ്റ് അല്ല, ബാഡ് ഹാബിറ്റ് ഉള്ള ഒരാളാണ് അജിത്ത്. അപ്പം അജിത്തിന്റെ മാച്ച് ബോക്സ് എടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാസ്റ്റിക് എടുത്ത് ഉരസി അവളുടെ സാരിയിൽ വെച്ചു കൊടുക്കുന്നു, സാരി തുമ്പത്ത് വെച്ചു കൊടുക്കുന്നു. Instantly, it flares up the very fine answer of a wealthy wife sari. അതായത് ആൻസർ എന്ന് പറഞ്ഞാൽ ഷോൾഡറിന്റെ പിറകിലോട്ട് ഇടുന്ന സാരിയുടെ ഭാഗം, മുന്താണി എന്ന് പറയും മലയാളത്തിൽ. അതിൻ്റെ അറ്റത്താണ് നമ്മുടെ നോമിത തീ കൊളുത്തിയത്. അതങ്ങ് കത്താൻ തുടങ്ങി. ആ സൗണ്ടിൽ എന്നുള്ള സൗണ്ടിൽ അതങ്ങ് കത്താൻ തുടങ്ങി, തീ ആളിപ്പടരാൻ തുടങ്ങി. The very next instant, Ajit, have you got mad? He says, and jumps to her side and grabs the burning patch and slaps it very with his hands and puts out the fire. അജിത്ത് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ നമ്മുടെ നോമിതയുടെ സാരിയുടെ ആൻസിൽ എടുത്ത് കത്തുന്ന ഭാഗം ഇങ്ങനെ അടിച്ചടിച്ച് സ്ലാപ്പ് ചെയ്ത് തീ കെടുത്താൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ തീ കെടുത്തി. നിനക്കെന്താ മാഡായോ, നിനക്ക് ഭ്രാന്തായോ എന്നൊക്കെ ചോദിക്കുകയാണ്.
And to tell the truth, now he is a little afraid. സത്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അജിത്ത് കുറച്ച് പേടിച്ചിട്ടുണ്ട്. He looks fearfully at Namita's face, sees a fire burning there, bright, blazing red. അപ്പോൾ സാനിൻ്റെ ആഴ്ചയിലുള്ള തീയൊക്കെ കെട്ടിട്ടുണ്ട്. ഇപ്പോൾ തീ എവിടെയാണ് കത്തുന്നത്? നമ്മുടെ നാമിതയുടെ മുഖത്താണ്. ദേഷ്യം കൊണ്ട് തീ ആടി കത്തുകയാണ്. He doesn't have the courage to put out that fire by slapping it between his hands. So he tries to pour water on it. അപ്പോൾ നമ്മുടെ സാരിത്തുമ്പിൽ ഉള്ള തീ അജിത്ത് കെടുത്തിയത് സ്ലാപ്പ് ചെയ്തിട്ടാണ്. അതുപോലെ സ്ലാപ്പ് ചെയ്ത് കെടുത്താൻ ആഗ്രഹമുണ്ട് നമ്മുടെ നോമിതയുടെ മുഖത്തുള്ള ആ തീയ. പക്ഷെങ്കിൽ ഇപ്പോൾ അവിടെ സംഗതി വശമാണ് അല്ലേ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അജിത്ത് എന്ത് ചെയ്യാണ്, അത് വാട്ടർ ഒഴിച്ചിട്ട് പിന്നെ തണുപ്പിക്കാൻ ഉദ്ദേശിക്കുക. അതായത് കൂൾ വേർഡ്സ് ഒക്കെ പറഞ്ഞ് അവളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അജിത്ത് ശ്രമിക്കുന്നത്. With great difficulty, he attempts to speak normally. ഒരുപാട് ട്രൈ ചെയ്തിട്ട് വളരെ നോർമലായിട്ട് ടോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അജിത്ത്. You lose all common sense when you get angry, don't you? നമുക്ക് എല്ലാ കോമൺ സെൻസും നഷ്ടപ്പെടുമോ നിനക്ക് ദേഷ്യം വന്നാൽ? A woman and such anger. ഒരു പെണ്ണ്, അവളുടെ ഒരു ദേഷ്യവും. അപ്പോൾ അജിത്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാട്ടോ പറയുന്നത്. Who knows what Namita would have said next? But right then, her niece Rini steps into the room. അവിടെ നാമിതയുടെ അനന്തരവളുണ്ട് റിന്നി. ആ റിന്നി പിന്നെ റൂമിലേക്ക് വരികയാണ്. വേറെ ഒന്നും നോമിതക്ക് അവിടെ എന്താ പറഞ്ഞതെന്നൊന്നും അറിയില്ല. ഇതിന് റെസ്പോണ്ടായിട്ട് എന്താ പറഞ്ഞതെന്നൊന്നും അവിടെ പറയുന്നില്ല. അപ്പോഴേക്കും ആര് വന്നു? കറക്റ്റ് മൊമെന്റിൽ തന്നെ റിന്നി അവിടെ വരുന്നുണ്ട്. Immediately she says piercingly എന്ന് പറഞ്ഞാൽ ഈ തുളച്ചു കയറുന്ന വോയിസിൽ, So Kuriyama, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that. എന്താ കുര്യമ്മ എന്നാ വിളിക്കുന്നത് നോമിതെ. അതായത് കുര്യമ്മ എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ യങ്ങർ ബ്രദറിന്റെ വൈഫ്. കുര്യമ്മയോട് പറയാണ്, എന്താണ് നിങ്ങൾ ഇത്ര നേരം മേലോട്ട് വന്നിട്ട് നമുക്ക് പിന്നെ അലക്കാനുള്ള ഡ്രസ്സൊന്നും കൊടുക്കാനില്ലെങ്കിൽ അതെങ്കിലും ആ വാഷർമാനോട് പറഞ്ഞുകൂടെ, അയാൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം. For a second or two, Namita is still. 1-2 മിനിറ്റ് അല്ല, ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും. നോമിത സ്റ്റില്ലായി നിന്ന് പോയി. അപ്പോഴാണ് നോമിത പിന്നെ കഴിഞ്ഞ എന്തിനാണ് മേലോട്ട് വന്നത് ആ സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്. Perhaps recalling the washerman's face waiting for her downstairs, then she picks up the dirty clothes and starts sorting them. അങ്ങനെ പിന്നെ വാഷർമാൻ്റെ മുഖം നോമിതയുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. പിന്നെ വാഷർമാന് കൊടുക്കാനുള്ള ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ നോമിത സോർട്ട് ചെയ്യാണ്. She says in a calm tone, Go tell him I am coming. I am bringing the clothes. പോയിട്ട് പറ, ഞാൻ ഇപ്പോൾ വരുന്നുണ്ട്, ഞാൻ ക്ലോത്ത് എടുത്ത് വരുന്നുണ്ടെന്ന് അയാളോട് പോയി പറയാമെന്ന് പറഞ്ഞിട്ട് നോമിത അവളെ പറഞ്ഞയക്കാണ്. കാം ടോൺ നോക്കി നിങ്ങൾ. She says in a calm tone. ആ ദേഷ്യം അവൾ ആ കുട്ടിയോട് കാണിക്കുന്നുണ്ടോ? റിനിയോട് കാണിക്കുന്നില്ല. അവളുടെ ഉള്ളൊക്കെ ഫുൾ ബേണിങ് ആണ് അല്ലേ, ഫ്ലെയിമാണ്, ഒക്കെ തീജ്വാല ഉള്ളിലിങ്ങനെ ഉണ്ട്. പക്ഷെങ്കിൽ അവൾ അതൊന്നും കാണിക്കുന്നില്ല. അവൾ അവിടെ കാമായിട്ടാണ് അവളോട് പറയുന്നത്. Namita speaks her mind, so no one attacks her outright to her face. They only pinch her with sharp words. നോമിതയ്ക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്. അവൾ എന്താ മനസ്സിലുള്ളത് അത് അപ്പം തന്നെ വെട്ടി തുറന്ന് പറയും. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ ആൾക്കാർക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവർ പിഞ്ച് ചെയ്യും. കുത്തുവാക്കുകൾ കൊണ്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അവളെ വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കറക്റ്റ് റിപ്ലൈ നോമിത കൊടുക്കും. Her second sister-in-law is almost exhausted with the work this morning, and seeing her, she puts a twisted smile on her sweat-streaked face and says, Well, that is something. At least you finally decided to come down from upstairs, Baba. അപ്പോൾ അവരുടെ സെക്കൻഡ് ബ്രദറിൻ്റെ വൈഫ്, അതായത് അജിത്തിൻ്റെ വേറൊരു ബ്രദറിൻ്റെ വൈഫ് പിന്നെ രാവിലെ മുതലേ പണിയൊക്കെ ചെയ്ത്
ഒക്കെ പിന്നെ അവരുടെ പിന്നെ നെറ്റിയിലും മുഖത്തും പിന്നെ ഒക്കെ എന്തുണ്ട് വേർപ്പൊക്കെ ഉണ്ട്. വേർപ്പ് സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ കവേർഡ് വേർത്തിങ്ങനെ ഒലിക്കുന്നുണ്ട്. ഒരു എക്സോസ്റ്റ് ആയിട്ടുണ്ട്. അതായത് പണിയൊക്കെ എടുത്ത് ആകെ തളർന്നിട്ടുണ്ട്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടല്ലോ ആ വീട്ടിൽ. അപ്പോൾ അവർ ചോദിക്കുക, നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് താഴോട്ട് ഇറങ്ങി വരാൻ തോന്നിയല്ലോ. ട്വിസ്റ്റഡ് സ്മൈൽ, ഒരു വളഞ്ഞ ചിരി അല്ലേ, ഒരു പരിഹസിക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. നോമിത ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരിക്കും. ബാബാ എന്ന് ചോദിക്കുന്നത് നമ്മളിങ്ങനെ കളിയാക്കി ചോദിക്കുന്നത് പോലെ ആയിരിക്കും അല്ലേ. ഭവതി ഇറങ്ങി വന്നല്ലോ, മേഡം എത്ര നേരം മേലെ ആയിരുന്നല്ലോ, ഇപ്പൊ ഇറങ്ങി വരാൻ ഭവതിക്ക് തോന്നിയല്ലോ, അങ്ങനെ ആയിരിക്കും. Okay, there is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the love talk never get old? എന്താ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് സമയം നോക്കാതെ, അതായത് നേരവും കാലവും നോക്കാതെ, പിന്നെ സമയം നല്ല സമയമാണെങ്കിൽ ശരി, മോശം സമയമാണെങ്കിൽ നീ എന്ത് ചെയ്യും? നിനക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ മേലെ പോവും, എൻ്റെ ഹസ്ബൻഡുമായിട്ട് നന്നായി സംസാരിച്ച് സുഖിച്ചിരിക്കും. നിങ്ങൾ ഈ ലവ് ടോക്ക് കുറേ കാലമല്ലേ, പക്ഷെ എന്നാലും നിങ്ങൾ ഈ ലവ് ടോക്ക് എന്നൊരു മടുപ്പില്ലേ, ഇതിനൊന്നൊരു പഴമ സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്, കളിയാക്കിക്കൊണ്ട് നമ്മുടെ നോമിതയുടെ സെക്കൻഡ് ബ്രദർ ഇൻ ലോയുടെ വൈഫ്. Nomita looks around once to get a sense of the atmosphere. നോമിതയ്ക്ക് കറക്റ്റ് മറുപടി കൊടുക്കണമെന്നുണ്ട്, പക്ഷെങ്കിൽ അറ്റ്മോസ്ഫിയർ ഒന്ന് വാച്ച് ചെയ്യണം നോമിത. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വലിയൊരു ഫയർ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തുണ്ട്? Sees the hurly-burly of the morning, sees the forest of people on either side. അപ്പോൾ എന്താ കണ്ടത്? തിക്കും തിരക്കും, രാവിലത്തെ ആ ഒരു പിന്നെ തിക്കും തിരക്കും അവൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെയോ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫ് പീപ്പിളും ഉണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട് ആ വീട്ടിൽ. അപ്പോൾ അവൾക്ക് ഒന്നും ഇപ്പോൾ പ്രതികരിച്ചുകൂടാ, ആ അവസ്ഥയിലാണ് നോമിത. അപ്പോൾ നോമിത എന്താ ചെയ്യുന്നത്? ഹർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ, അവളുടെ വോയിസ് ഒരിക്കലും ഇടറിക്കൂടാ. ഷീ ഷുഡ് ബി സ്ട്രോങ് അല്ലേ, അവൾക്ക് ആ സ്ട്രോങ്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. വോയിസ് ഇടറാൻ പാടില്ല, ട്രംബിൾ ചെയ്യാൻ പാടില്ല. സോ ഷീ ടു സ്മൈൽസ് എ സ്മൈൽ and says in an extremely soft voice, "Oh, it's nothing like that. You should come and speak in some time. Our talk is all angry talk. Do you know?" അങ്ങനെയൊന്നും ഇല്ലേ, അവള് ഇങ്ങനെ ഒരു ഉണ്ടാക്കി ചിരിച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ നാണമുള്ള ചിരിയൊക്കെ ചിരിച്ചിട്ടായിരിക്കും. അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെ വന്ന് നോക്കിക്കൂടെ. പീക്കിയ എന്ന് പറഞ്ഞാൽ പീപ്പിയ, ഒളിഞ്ഞു നോക്കുക, എത്തി നോക്കുക. ഞങ്ങൾ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ കംപ്ലീറ്റ് ആങ്കർ ടോക്കായിരുന്നു, ദേഷ്യത്തിലുള്ള സംസാരമായിരുന്നു ഞങ്ങൾ. Major wife, second brother's wife, laughs hoo-hoo and says, "Stop it. No, wife, don't cover up the forbidden fish with your pious spinach. We haven't been raised on donkey's grass." അങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവിടെ ഫോർബിഡൻ ഫിഷ് എന്ന് പറഞ്ഞാൽ ചില കമ്മ്യൂണിറ്റീസിലൊക്കെ പിന്നെ ഫിഷ് കഴിക്കാൻ പാടില്ല, പിന്നെ മീറ്റ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിയായ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യും? അത് മറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇവിടെ ചീര എന്ന് പറയുന്നത് അവരെല്ലാം കഴിക്കുന്ന ഭക്ഷണമാണ്. അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഈ മീനൊക്കെ വെച്ച് കഴിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, നീ അതൊന്നും മറക്കാൻ ശ്രമിക്കണ്ട ഞങ്ങളിൽ നിന്ന്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഡോങ്കിയുടെ ഗ്രാസും തിന്നിട്ട് വളർന്നവരല്ല. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അതിനുള്ള കപ്പാസിറ്റിയൊക്കെ ഞങ്ങൾക്കുണ്ട്. നീ ഒന്നും ഞങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കേണ്ട. Why do we need to peek in what you are showing us right in front of our eyes 24 hours a day? ഞങ്ങൾ എന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? അതിനൊക്കെ ആവശ്യമുണ്ടോ ഞങ്ങൾക്ക്? എന്താ, ഞങ്ങൾ ഇതൊക്കെ കാണുന്നതല്ലേ, 24 മണിക്കൂറും കാണുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്നാണ് പറയുന്നത്. നോമിത laughs a laugh that can bring an attractive flush to a white face. അപ്പോൾ നോമിത ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. എങ്ങനത്തെ ചിരിയാണ്? അവളുടെ മുഖത്ത് ഒരു റെഡിഷ് കളർ. നോമിത സുന്ദരി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നല്ല ലുക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫേസിൽ നല്ല റെഡിഷ് കളർ വരുന്ന രീതിയിലുള്ള ഒരു ചിരി നോമിത ഉണ്ടാക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ആഫ്റ്റർ ലാഫിംഗ് ദാറ്റ് ലാഫ് ഷീ സേസ്, "Go on, you say the naughtiest thing." ഒന്ന് പോയി, നിങ്ങൾ എപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, ഇങ്ങനെയുള്ള മോശങ്ങൾ അല്ലെ, പിന്നെ വികൃതി ഇത് മാത്രമേ അല്ലെ, കുസൃതികൾ മാത്രമേ അല്ലെ, കുറുമ്പ് മാത്രമേ നിങ്ങൾ പറയുള്ളൂ എന്ന് പറഞ്ഞ് നല്ല എസ്കേപ്പ് ചെയ്യാൻ നോക്കുകയാണ്.
ദ ബിസി ബോറോ വൈഫ് പിന്നെ ഈ മെജോ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബംഗാളി ലാംഗ്വേജിലുള്ള അതേ വേർഡ്സ് ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ബോറോ വൈഫ് എന്ന് പറഞ്ഞാൽ എൽഡസ്റ്റ് ബ്രദേഴ്സ് വൈഫാണ്. നീ ഇതുവരെ വെജിറ്റബിൾ ഒന്നും ചോപ്പ് ചെയ്തിട്ടില്ലേ? ഓർ ആർ യു ജസ്റ്റ് ടെല്ലിംഗ് സ്റ്റോറീസ്? അല്ലെ സ്റ്റോറി പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? And suddenly she stops and starts. What's that? What is this unlucky thing? No, wife? How did you burn your uncle that way? ഇവിടെ നോ വൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നോമിതയാണ്. നോ വൈഫ്, ഫോർത്ത് ബ്രദറിന്റെ വൈഫ്. ഫോർത്താണ് നമ്മുടെ അജിത്ത്. എന്താ പറ്റിയത്? നിന്റെ സാരിയുടെ ആങ്കിള് കത്തിപ്പോയല്ലോ, ബേൺ ചെയ്തല്ലോ, എന്താ സംഭവിച്ചത്? നോമിത ടു സ്റ്റാർട്ട്സ്. But only for a moment. The next instant, she folds the uncle back quickly and says, laughing, "Oh, don't remind me. It is exactly what you keep warning me about." ഇപ്പം നോമിത ഒന്ന് ഞെട്ടിപ്പോയി. എല്ലാ കാര്യങ്ങളും നോമിതയ്ക്ക് അറിയാം. ഇവരെങ്ങാനും അറിഞ്ഞു പോയാലോ, പെട്ടെന്ന് ഞെട്ടാണ്. പിന്നെ നോമിത ഇപ്പം പെട്ടെന്ന് ഓടി എന്ത് പറയണം എന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് ആങ്കിൾ എടുത്ത് ബാക്കോട്ടേക്ക് വെക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ എന്നെ വാൺ ചെയ്യുന്ന കാര്യമില്ലേ, അതാണ് നിങ്ങൾ എന്നെ ഇതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ, നിങ്ങളിപ്പോൾ വാൺ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. I didn't listen and see what happened. I used my uncle until to lift a hot pot of water off the stove and that did it. അപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ വെള്ളം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സാരിയുടെ ആഞ്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അത് ബേൺ ചെയ്ത് പോയതാണ്. അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ എപ്പോഴും എന്നെ വാൺ ചെയ്യുന്നതാണ്. Nomita pulls the basket of potatoes towards herself and sits down to peel potatoes, and in her mind she keeps thinking about how she might be able secretly to send her mother a few rupees. അപ്പോൾ ഒരു വലിയ ബാസ്ക്കറ്റിൽ ഇത്ര ആളുകളുണ്ടല്ലോ അവിടെ, പിന്നെ പൊട്ടാറ്റോ എടുത്തിട്ട് അവളുടെ നേരേക്ക് നീക്കി വെക്കുകയാണ് നോമിത. അപ്പോഴും നോമിത ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ അമ്മക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ എത്തിക്കണം. അതെങ്ങനെ എത്തിക്കും എന്നാണ് അവൾ ചിന്തിക്കുന്നത്. കുറച്ച് മുന്നേ നോമിതയ്ക്ക് നല്ല ദേഷ്യം വന്നപ്പോൾ നോമിത തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരു ലെറ്റർ അയക്കണം. ആ ലെറ്ററിനകത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നോട് പൈസ വെച്ച് കത്ത് എഴുതരുത് എന്ന് പറയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ നോമിതയുടെ മൈൻഡ് മാറുകയാണ്, ദേഷ്യമൊക്കെ മാറി. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അമ്മയ്ക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്ലാന് നോമിത ആലോചിക്കുകയാണ്. She can't really write to her. I can't do any more. Don't hope more anything from me. അവൾക്കൊരിക്കലും അമ്മയ്ക്ക് എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ് ലെറ്റർ അയക്കാൻ പറ്റില്ല. Over there, the entire village knows Nomita is a queen. Nomita's husband is high-minded, large-hearted. നോമിതയുടെ പിന്നെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം നോമിത ഒരു ക്വീനായിട്ടാണ് അവിടെ കഴിയുന്നത്. നല്ല വലിയ ഹാർട്ടുള്ള ഒരാളാണ് നോമിതയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. അപ്പോൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. ഇതൊക്കെ അമ്മ ആരോടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാണ്. അവളുടെ ഹസ്ബൻഡിൻ്റെ ആ മുഖംമൂടി അവിടെ അഴിഞ്ഞു വീഴും. അത് നോമിത ഒരിക്കലും സമ്മതിക്കില്ല. This is precisely why I compare women to matchboxes. ഇതുകൊണ്ടാണ്, ചുരുക്കി പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഞാൻ മാച്ച് ബോക്സുമായിട്ട് വിമനെ കമ്പയർ ചെയ്യുന്നതെന്നാണ് ആശാപൂർണ ദേവി പറഞ്ഞിരിക്കുന്നത്. Even when they have the materials within themselves to set off many racking fires, they never flare up and burn away the mask of men high-mindedness, their large-heartedness. അവരുടെ ഉള്ളിൽ അത്രയും ഇനഫ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും, അതായത് പിന്നെ ഒരു വലിയൊരു തീ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല, അത് പിന്നെ സ്വന്തം കത്തിക്കുന്നില്ല. അല്ലെ, ആരെങ്കിലും ഉരസിയാൽ മാത്രമേ കത്തുള്ളൂ. സ്വന്തം കത്തിച്ച് ആ പിന്നെ പുരുഷന്മാരുടെ മാസ്ക്, ഹൈ മൈൻഡഡ്നെസ്സിൻ്റെ മാസ്ക്, ലാർജ് ഹാർട്ടഡ്നെസ്സിൻ്റെ മാസ്ക് അതൊന്നും പിന്നെ തീ വെച്ച് പിന്നെ കരിച്ചു കളയാൻ ഒരു വിമണം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമ്മുടെ ആശാപൂർണ ദേവി പറയുന്നത്. അവരെന്തും സഹിക്കും, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, അവരുടെ മാസ്ക് അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്നാണ് എല്ലാ വിമണം ആഗ്രഹിക്കുന്നത് എന്നാണ് ആശാപൂർണ ദേവി പറയുന്നത്. They don't burn away their own
കളർഫുൾ ഷെല്ല്. അപ്പോൾ കളർഫുൾ ഷെല്ലിൻ്റെ ആണ്. അപ്പോൾ അജിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനേറ്റ് കളർഫുൾ ഷെല്ലാണ് അല്ലേ. പുറമെ അജിത്ത് എന്താന്ന് പുറമേ ഉള്ളവരുടെ ഒക്കെ അറിയുന്നത് പോലെയല്ല നോമിതയ്ക്ക് അറിയുന്നത്. നോമിതയാണ് അവിടെ ശരിക്കും സഫർ ചെയ്യുന്നത് അല്ലേ. പുറമെ അജിത്ത് പിന്നെ വലിയ പൈസക്കാരനാണ്, ലാർജ് ഹാർട്ട് ഉള്ള ആളാണ്. പക്ഷെ അതൊന്നുമല്ല. ആ ഒരു പുറമേയുള്ള കളർഫുൾ ഷെല്ല് അത് ബേൺ ചെയ്യുന്നില്ല. നമ്മുടെ മാസ്റ്റിക്കും അങ്ങനെയാണല്ലോ, നല്ല കളർഫുൾ ഷെല്ലിന് ഉള്ളിൽ തന്നെയാണല്ലോ ഉള്ളത്. അത് സ്വന്തം പൊട്ടിത്തെറിച്ച് ആ ഷെല്ല് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. അതുപോലെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ നോമിതയും ആ കളർഫുൾ ഷെല്ല് പിന്നെ കത്തിച്ച് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. They won't burn them. The men know this too. അത് നന്നായിട്ട് ആർക്കറിയാം, മെന്നിനറിയാം. അവര് പിന്നെ ഹസ്ബൻഡിനെ നാണം കെടുത്തില്ല എന്നുള്ള കാര്യം ഹസ്ബൻഡുമാർക്ക് നന്നായിട്ട് അറിയാം. That is why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom, here, there, anywhere. അതുകൊണ്ട് തന്നെയാണ് വിമനെ കിച്ചണിനകത്ത് കെയർലെസ് ആയി വെക്കുന്നത്. ഇതുപോലെ മാച്ച് ബോക്സ് പോലെ അല്ലേ, കിച്ചണിൻ്റെ അകത്തുണ്ടാവും, പാൻട്രിനകത്തുണ്ടാവും, ബെഡ്റൂമിനുണ്ടാവും, അവിടെയും ഇവിടെയും ഒക്കെ. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മാച്ച് ബോക്സും ഉള്ളത് അല്ലേ. അവിടെ ഇവിടെ എല്ലായിടത്തെയും ആ കെയർലെസ് ആയിട്ട് മാച്ച് ബോക്സും ഉണ്ടാവും. Quite without fear they put them in their pockets. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മെന്ന് അത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറി. നിങ്ങൾ ഈ സ്റ്റോറി നന്നായിട്ട് വായിക്കണം. നന്നായി വായിച്ച് ഒരു 3-4 തവണ വായിക്കണം. പിന്നെ ഇംഗ്ലീഷിൽ ഇതിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ വേർഡ് മീനിങ്സ് ഒക്കെ ഞാൻ വീഡിയോൻ്റെ കൂട്ടത്തിൽ തന്നെ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.